പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ പിതാവായ ദൈവത്തിൻ്റെയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും അനുഗ്രഹ സമാധാനവും നിങ്ങളോടുകൂടെ. പ്രത്യാശയുടെ തീരുമാനം നമ്മൾ ഇപ്പോൾ തുളിച്ചത് യേശുവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുന്ന നോയമ്പുകാലം ഇന്ന് മുതൽ ആരംഭിക്കുകയാണ്. പ്രവാചകന്മാർ യേശുവിൻ്റെ രക്ഷകൻ്റെ വരവിന് വേണ്ടി നൂറ്റാണ്ടുകളോട് കാത്തിരുന്നു. യേശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ കർത്താവേ ഞങ്ങളോട് വസിക്കണമേ എന്നുള്ളതായ പ്രാർത്ഥന നമ്മൾ വായിക്കുന്നു. കർത്താവിൻ്റെ ആഗമനം നമ്മോടുകൂടി എന്നും ഉണ്ടായിരിക്കണമെന്നുള്ളതായ പ്രതീക്ഷ പൗരസ്തോസ്തലങ്ങൾ വെച്ച് പുലർത്തുന്നുണ്ട്. ജാഗരൂകരായിരിക്കും, പ്രാർത്ഥന നിരതരായിരിക്കുമെന്ന് നമ്മൾ ഇന്ന് സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്. ഈ ആഗമനകാലം പ്രതീക്ഷയുടെ കാലമാണ്. യേശുവിൻ്റെ വരവിന് വേണ്ടി നൂറ്റാണ്ടുകളോളം ഇസ്രായേൽ ജനങ്ങൾ കാത്തിരുന്ന വഴിയുള്ളതായ ഒരു കാത്തിരിപ്പിൻ്റെ കാലമാണ്, പ്രതീക്ഷയുടെ കാലമാണ്. കാരണം നമ്മളെ രക്ഷിക്കാൻ ആ രക്ഷകൻ വരുമെന്നുള്ളതായ പ്രതീക്ഷയാണ് നമുക്ക് നൽകുന്നത്. യേശുവിൻ്റെ രണ്ടാമത്തെ വരവിന് വേണ്ടിയുള്ള ഒരുക്കകാലമായിട്ട് നമുക്ക് ഈ ദിവസങ്ങൾ ചെലവഴിക്കാൻ ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം. പാവവഴികളെല്ലാം ഉപേക്ഷിക്കുക. യേശുവിൻ്റെ വരവിനോട് നമ്മുടെ ഹൃദയങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടി കൂടുതൽ പുണ്യപ്രവർത്തികൾ ചെയ്തുകൊണ്ട് നമ്മുടെ ഹൃദയങ്ങളെ മനോഹരമാക്കി തീർക്കാനുള്ളതായ ആഗ്രഹമാണ് നമ്മൾ വെച്ച് കൊടുക്കേണ്ടത്. അപ്രകാരം തന്നെയാണ് ഈ ദിവസങ്ങൾ നമ്മൾ ചെലവഴിക്കേണ്ടത്. അങ്ങനെയാണ് പ്രതീക്ഷയുടെ ജനങ്ങളായിട്ട് നമ്മൾ ഈ ഒരു മാസക്കാലം ഒരുങ്ങേണ്ടത്. അങ്ങനെ ഒരുങ്ങി നമുക്ക് ക്രിസ്തുമസിനെ ഈശോയെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് സ്വീകരിക്കാനുള്ളതായ ഒരുക്കകാലമായിട്ട് നമ്മൾക്ക് ഈ ദിനങ്ങൾ ചെലവഴിക്കാൻ ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം. അവനാവശ്യമായിട്ടുള്ളതായ എല്ലാ ദൈവാനുഗ്രഹിച്ചുകൊണ്ട് നോക്കി ഇവരെ ഭക്തരുടെ പങ്കെടുത്ത് പ്രാർത്ഥിക്കാം. സൗകര്യ ജീവിതത്തിന്റെ കലാവിപുതരെ പ്രധാനത്തിന് വേണ്ടി നമ്മുടെ പാവങ്ങളോർത്ത് മനസ്സരിച്ച്
സർവശക്തനായ ദൈവത്തോടും സർവശക്തനായ ദൈവം കനിഞ്ഞ പാപങ്ങൾ പുറത്ത് നമ്മളെ ജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, അങ്ങേ അഭിഷിക്തന്റെ ആഗമന വേളയിൽ സൽപ്രവൃത്തികളോടെ അങ്ങേ വലതുഭാഗത്ത് ഓടിയണഞ്ഞ് സ്വർഗരാജ്യം അവകാശപ്പെടുത്തുന്നതിന് യോഗ്യരാകാൻ വേണ്ട ഇച്ഛാശക്തി അങ്ങേ വിശ്വാസങ്ങൾക്ക് നൽകണമേ. അങ്ങയുടെ കൂടെ പരിശുദ്ധാത്മാവുമായ ഐക്യത്തിൽ ദൈവമായി ജീവിച്ചു വാഴണമെന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിറങ്ങണമേ. യേശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന്, കർത്താവേ, അങ്ങ് തന്നെയാണ് ഞങ്ങളുടെ പിതാവ്, ഞങ്ങളുടെ വിമോചകനെന്ന് പണ്ട് മുതലേ അങ്ങയുടെ നാമം. കർത്താവേ, അങ്ങയുടെ പാതയിൽ നിന്ന് വ്യതിചലിക്കാൻ ഞങ്ങളെ അനുവദിക്കാത്തത് എന്തുകൊണ്ടാണ് അങ്ങയെ ഭയപ്പെടാതിരിക്കാൻ തക്കവിധം ഞങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കുന്നത്? അങ്ങയുടെ ദാസർക്ക് വേണ്ടി, അങ്ങയുടെ അവകാശമായ ഗോത്രങ്ങൾക്ക് വേണ്ടി അങ്ങ് തിരികെ വരയണമേ. കർത്താവെ, ആകാശം പിളർന്ന് ഇറങ്ങി വരയണമേ. അങ്ങയുടെ സന്നിധിയിൽ പർവ്വതങ്ങൾ വിറകൊള്ളട്ടെ. ഞങ്ങൾ വിചാരിക്കാത്ത ഭയാനക കാര്യങ്ങൾ ചെയ്തപ്പോൾ അവിടുത്തെ മുൻപിൽ പർവ്വതങ്ങൾ പ്രകമ്പനം കൊണ്ടു. തന്നെ കാത്തുനിൽക്കുന്നവർക്ക് വേണ്ടി അധ്വാനിക്കുന്ന അവിടുത്തെ അല്ലാതെ ആരും മറ്റൊരു ദൈവത്തെ പറ്റി കേൾക്കുകയോ മറ്റൊരു ദൈവത്തെ കാണുകയോ ചെയ്തിട്ടില്ല. അങ്ങയുടെ പാതയിൽ അങ്ങയെ സ്മരിച്ചുകൊണ്ട് സന്തോഷത്തോടെ നീതി പ്രവർത്തിക്കുന്നവരെ അങ്ങ് സ്വീകരിക്കുന്നു. അങ്ങ് കോപിച്ചു, കാരണം ഞങ്ങൾ പാപം ചെയ്തു. വളരെ കാലം ഞങ്ങൾ തിന്മയിൽ വ്യാപരിച്ചു. ഞങ്ങൾക്ക് രക്ഷ കിട്ടുമോ? ഞങ്ങൾ അശുദ്ധരെ പോലെ, ഞങ്ങളുടെ സൽപ്രവൃത്തികൾ മലിനവസ്ത്രം പോലെയുമാണ്. ഇല പോലെ ഞങ്ങൾ പൊഴിയുന്നു. കാറ്റെന്ന പോലെ അങ്ങയുടെ അകൃത്യങ്ങൾ ഞങ്ങളെ പറപ്പിച്ചു കളയുന്നു. അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കുകയും അങ്ങയെ മുറിയിൽ പിടിക്കാൻ ഉത്സാഹിക്കുകയും ചെയ്യുന്നവൻ ആരുമില്ല. അങ്ങ് ഞങ്ങളിൽ നിന്ന് മുഖം മറച്ചിരിക്കുന്നു. ഞങ്ങളുടെ അകൃത്യങ്ങളുടെ പിടിയിലേക്ക് അങ്ങ് ഞങ്ങളെ വിട്ടുകളഞ്ഞിരിക്കുന്നു. എന്നാലും കർത്താവേ, അങ്ങ് ഞങ്ങളുടെ പിതാവാണ്. ഞങ്ങൾ കളിമണ്ണും അങ്ങ് കുശവനുമാണ്. ഞങ്ങൾ അങ്ങയുടെ കരവേലയാണ്. കർത്താവിന്റെ വചനം. ദൈവമേ, ഞങ്ങളെ പുനരുദ്ധരിക്കണമേ. അങ്ങയുടെ മുഖം പ്രകാശിക്കുകയും ഞങ്ങൾ രക്ഷപ്പെടുകയും ചെയ്യട്ടെ. ദൈവമേ, ഞങ്ങളെ പുനരുദ്ധരിക്കണമേ. അങ്ങയുടെ മുഖം പ്രകാശിക്കുകയും ഞങ്ങൾ രക്ഷപ്പെടുകയും ചെയ്യട്ടെ. ഇസ്രായേലിനെ ആട്ടിൻകൂട്ടത്തെ പോലെ ജോസഫിനെ നയിക്കുന്നവനെ ചെവിക്കൊള്ളണമേ. കിരുബുകളിൽ മേൽ വസിക്കുന്നവനെ പ്രകാശിക്കണമേ. ദൈവമേ, ഞങ്ങളെ പുനരുദ്ധരിക്കണമേ. അങ്ങയുടെ മുഖം പ്രകാശിക്കുകയും ഞങ്ങൾ രക്ഷപ്പെടുകയും ചെയ്യട്ടെ. സൈന്യങ്ങളുടെ ദൈവമേ, ഞങ്ങളിലേക്ക് തിരിയണമേ. സ്വർഗത്തിൽ നിന്ന് നോക്കി കാണണമേ. ഈ മുന്തിരിവള്ളിയെ, അങ്ങയുടെ വലത്ത് കൈ നട്ട ഈ മുന്തിരിവള്ളിയെ പരിഗണിക്കണമേ. ദൈവമേ, ഞങ്ങളെ പുനരുദ്ധരിക്കണമേ. അങ്ങയുടെ മുഖം പ്രകാശിക്കുകയും ഞങ്ങൾ രക്ഷപ്പെടുകയും ചെയ്യട്ടെ.
മനുഷ്യപുത്രന്റെ മേൽ ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ ഞങ്ങൾ അങ്ങനെ നിന്ന് ഒരിക്കലും പിന്തിരിയുകയില്ല. ഞങ്ങൾക്ക് ജീവൻ നൽകണമേ. ഞങ്ങൾ അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കുന്നു. ദൈവമേ, ഞങ്ങളെ പുനരുദ്ധരിക്കണമേ. അങ്ങയുടെ മുഖം പ്രകാശിക്കുകയും ഞങ്ങൾ രക്ഷപ്പെടുകയും ചെയ്യട്ടെ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊറിന്ത്യർക്കാർക്ക് എഴുതിയ ഒന്നാം ലേഖനത്തിൽ സഹോദരരെ, നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും കൃപയും സമാധാനവും. യേശുക്രിസ്തുവിൽ നിങ്ങൾക്ക് കൈവന്ന ദൈവകൃപയ്ക്ക് ഞാൻ നിങ്ങളെ പ്രതി ദൈവത്തിന് സദാ നന്ദി പറയുന്നു. എന്തുകൊണ്ടെന്നാൽ അവിടുന്ന് എല്ലാ വിധത്തിലും, പ്രത്യേകിച്ച് വചനത്തിലും വിജ്ഞാനത്തിലും നിങ്ങളെ സമ്പന്നരാക്കി. ക്രിസ്തുവിനെ പറ്റിയുള്ള സാക്ഷ്യം നിങ്ങളിൽ ഉറപ്പിക്കപ്പെട്ടതിന്റെ ഫലമായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വെളിപാട് കാത്തിരിക്കുന്ന നിങ്ങൾക്ക് യാതൊരു ആത്മീയ ദാനത്തിന്റെയും കുറവില്ല. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദിനത്തിൽ നിങ്ങൾ കുറ്റമില്ലാത്തവരായിരിക്കേണ്ടതിന് അവസാനം വരെ അവിടുന്ന് നിങ്ങളെ പരിപാലിക്കും. തന്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിന്റെ സഹവാസത്തിലേക്ക് നിങ്ങളെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. കർത്താവിന്റെ വചനം. കർത്താവേ, അങ്ങയുടെ കാര്യങ്ങൾ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. അങ്ങയുടെ രക്ഷ ഞങ്ങൾക്ക് നൽകണമേ. കർത്താവ് ഞങ്ങളോടുകൂടെ. വിശുദ്ധ മാർക്കോസ് എഴുതിയ സുവിശേഷം. അപ്പോൾ യേശു തന്റെ ശിഷ്യന്മാരോട് അരുൾ ചെയ്തു, ശ്രദ്ധാപൂർവം ഉണർന്നിരിക്കുകയും സമയം എപ്പോഴാണ് നിങ്ങൾക്കറിയില്ലല്ലോ. വീട് വിട്ട് ദൂരേക്ക് പോകുന്ന ഒരുവൻ സേവകർക്ക് അവരവരുടെ ചുമതലയും കാൽക്കാണോടുന്നതിനുള്ള കൽപ്പനയും നൽകുന്നത് പോലെയാണ് ഇത്. ആകയാൽ ജാഗരൂകരായിരിക്കുവിൻ. എന്നാൽ ഗൃഹനാഥൻ എപ്പോൾ വരുമെന്ന് സന്ധ്യയ്ക്കോ അർദ്ധരാത്രിക്കോ കൂഴുമ്പോഴോ രാവിലെയോ എന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടാ. അവനെ പെട്ടെന്ന് കയ്യിൽ വരുമ്പോൾ നിങ്ങളെ നിദ്രാനിതരായി കാണരുതല്ലോ. ഞാൻ നിങ്ങളോട് പറയുന്നു, എല്ലാവരുമായിട്ടാണ് പറയുന്നത്, ജാഗരൂകരായിരിക്കുകയും. കർത്താവിന്റെ സുവിശേഷം. ഏകദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു. Amen.
പ്രിയ സഹോദരരെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനം ഭക്ത്യാദരപൂർവ്വം പ്രതീക്ഷിച്ചുകൊണ്ട് അവിടുത്തെ കാരുണ്യത്തോടെ ശേഷിയോടെ നമുക്ക് യാചിക്കാം. തിരുതലയുടെ സുവിശേഷം പ്രസംഗിക്കാനും ഹൃദയം നിറഞ്ഞവരെ സുഖപ്പെടുത്താനും അവിടുന്ന് ലോകത്തിലേക്ക് വന്നവരെ നമ്മുടെ കാലയളവിൽ നമ്മളുടെ സകല അഗതികൾക്ക് അവിടുന്ന് രക്ഷ പ്രദാനം ചെയ്യാനിടയാകട്ടെ. അവിടുന്ന് തൻ്റെ തിരുസഭയെ സന്ദർശിക്കുകയും സർവ്വത കാത്തുപാലിക്കുകയും ചെയ്യണമെന്ന് കർത്താവെ അങ്ങയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. റോമിലെ പാപ്പായെയും ഞങ്ങളുടെ കർത്താവിനെയും കർത്താൻ പദവിയിലുള്ള എല്ലാവരെയും അവിടുന്ന് ആത്മീയ കൃപാവദാനങ്ങൾ കൊണ്ട് നിറയ്ക്കണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ സംരക്ഷണത്താൽ ഞങ്ങളുടെ കാലഘട്ട സമാധാനപൂർണ്ണമാക്കി തീർക്കണമെന്ന് കർത്താവെ അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഭരിക്കുന്നവരുടെ മനസ്സുകൾ അവിടുന്ന് തൻ്റെ തിരുമനസ്സിനെ എല്ലാ നന്മകളുടെയും പരിവേഷണമായി തീർക്കാനിടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രോഗങ്ങൾ ദൂരീകരിക്കുകയും ദാരിദ്ര്യം അകറ്റുകയും എല്ലാ ക്ലേശങ്ങളും ഒഴിവാക്കുകയും ചെയ്യണമെന്ന് കർത്താവെ അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പീഡകളാൽ വരുന്ന എല്ലാവരെയും അവിടുന്ന് കാരുണ്യപൂർവ്വം മോചിപ്പിക്കാനിടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ മനുഷ്യരുടെയും മുമ്പാകെ അവിടുത്തെ സ്നേഹത്തിൻ്റെ സാക്ഷികളായി സത്യം നിലനിൽക്കാനിടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ആഗമനങ്ങളിൽ ഞങ്ങൾ ജാഗരൂകരായി കാണപ്പെടാൻ ഇടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സർവശക്തന് നിശ്ചലമായ ദൈവമേ, അങ്ങ് എല്ലാവരെയും രക്ഷിക്കുകയും ആരോഗ്യസമകരുതൻ അഭിഷേകം ചെയ്യുന്നവരോ അംഗീകാരത്തിൻ്റെ പ്രാർത്ഥനകൾ ശ്രമിക്കണമേ. സമാധാനപൂർണ്ണമായ അങ്ങേ പരിപാലനത്താൽ ലോകം നയിക്കപ്പെടാനും അങ്ങേ സഭ വിശാലമായ ഭക്തിയാൽ സന്തോഷിക്കാനും ഇടയാക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകളയണമേ. സഹോദരരെ, നമ്മൾ അർപ്പിക്കുന്ന ഇതിലെ സർവശക്തന്റെ പിതാവായ ദൈവത്തിന് സ്വീകാര്യമാകാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും കർത്താവെ, അങ്ങേ വരദാനങ്ങളിൽ നിന്ന് ശേഖരിച്ച് ഞങ്ങൾ സമർപ്പിക്കുന്ന രാഷ്ട്രീയ സ്വീകരിക്കുകയും ഞങ്ങളുടെ കാലാനുസൃതമായ വഴക്കത്തിന്റെ ഫലമായി അങ്ങ് നൽകുന്ന ഞങ്ങൾക്ക് നിത്യരക്ഷയുടെ സമാനമായി ഭവിക്കൻ്റെയാക്കി തീർക്കുകയും ചെയ്യണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകളയണമേ. കർത്താവ് നിങ്ങളോടുകൂടെ ഹൃദയങ്ങൾ ഉയർത്തുകയും നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി
പരിശുദ്ധൻ 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 സൈന്യങ്ങളുടെ കർത്താവ് ദൈവം പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ നിരുപമവന്തി അഭിമരണ നിറഞ്ഞു മതിയും വിണ്ടലം ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന കർത്താവിൻ തിരുനാമത്തിൽ വരുവോരേറ്റം ധന്യരുമ ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, അങ്ങ് സത്യമായ പരിശുദ്ധനാകുന്നു. അങ്ങ് സൃഷ്ടിച്ച സർവ്വജരാചരങ്ങളും സമുചിതമായ അങ്ങയെ വാഴ്ത്തുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങേ പുത്രനും കർത്താവുമായ യേശുക്രിസ്തു വഴി പരിശുദ്ധാത്മാവിന്റെ ശക്തിയായ പ്രവർത്തനത്താലും അങ്ങ് പ്രപഞ്ചം ഉജ്ജീവിപ്പിക്കുകയും പ്രവർത്തനീകരിക്കുകയും ചെയ്യുന്നു. സൂര്യോദയം മുതൽ സമയം വരെ നിർമ്മലമായ അങ്ങേ നാമത്തിന് അർപ്പിക്കപ്പെടേണ്ടതിനെ ഒരു ജനത്തെ ഒരുമിച്ച് കൂട്ടിൽ നിന്നും അങ്ങ് ഒരുമിക്കുന്നില്ല. അതുകൊണ്ട് കർത്താവെ, താഴ്മയോടെ ഞങ്ങൾ രക്ഷിക്കുന്നു. വിശദീകരിക്കാനായി അങ്ങേക്ക് ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന ഈ തിരുവക്കാഴ്ചകൾ അറിയാവുന്നവരെ പവിത്രമാക്കാൻ കഴിയണമേ. അങ്ങനെയും അങ്ങേ ദൈവപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തുവിന്റെ തിരുശരീരവും തിരുരക്തവുമായി തീരുമാറാകട്ടെ. അവിടുത്തെ കൽപ്പനനുസരിച്ച് ഈ ദൈവരഹസ്യങ്ങൾ ഞങ്ങൾ ആഘോഷിക്കുന്നു. പെരുന്നാളിന് ഒറ്റപ്പെടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് മുറിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രം കൊടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാതിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുകയും. വിശ്വാസത്തിൻ്റെ രഹസ്യം. അതിനാൽ കർത്താവേ, അങ്ങേ പുത്രന്റെ രക്ഷാകരമായ പീഡാസഹനവും മകനീയമായ ഉയർപ്പും സ്വർഗാരോപണവും ഓർത്തുകൊണ്ടും അവിടുത്തെ പ്രത്യാഗമനം പ്രതീക്ഷിച്ചുകൊണ്ടും ജീവനായികവും പരിപാലനമായി കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് അങ്ങേക്ക് ഞങ്ങൾ അർപ്പിക്കുന്നു. അങ്ങേ സഭയുടെ ലളിതന്മാർക്കിടമേ. അവിടുത്തെ ബലിയിൽ പ്രസാദിക്കാൻ അങ്ങ് ആഗ്രഹിച്ചവരെ അംഗീകരിച്ച് അങ്ങേ തിരുക്കുമാരൻ്റെ ശരീരരത്നങ്ങളാൽ പരിപോഷിതരായും അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ പരിപൂരിതരായും ഞങ്ങൾ ക്രിസ്തുവിന്റെ ശരീരവും ഒരു ആത്മാവുമായി തീരുവാൻ അനുഗ്രഹിക്കണമേ. അവിടെ ഞങ്ങൾ അങ്ങേക്കുള്ള നിത്യമായത് കാണിച്ച് തീർക്കുമാറാകട്ടെ. അങ്ങനെ അങ്ങേ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ അവകാശം ഞങ്ങൾക്ക് ലഭിക്കേണ്ടതാക്കണമേ. വിശുദ്ധമാതാവായ ഏറ്റവും പരിശുദ്ധയോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപടിയോസത്തോടും അനുഗ്രഹിതരായ അപ്പോസ്തലന്മാരോടും അഗ്നിയുടെ രക്തസാക്ഷികളോടും എല്ലാ വിശുദ്ധരോടും അങ്ങേ സാന്നിധ്യത്തിലുള്ള ഇവരുടെ ദരിദ്ര മധ്യസ്ഥ സഹായ കൈകളുമെന്ന് ഞങ്ങൾ പ്രത്യേകിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ നിലനിലത്തിൻ്റെയും സർവ്വലോകത്തിൻ്റെയും
ഭാഗ്യരക്ഷയെ പരിരക്ഷിക്കുകയാക്കണമേ. അങ്ങേ ദാസരായ ഞങ്ങളുടെ രാക്ഷസാക്കായോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ യോസഫായോടും എത്രാൻ പദവികളോടും വൈദികത്തോടും അങ്ങേ നേടിയെടുത്ത സഹജനങ്ങളും അന്നത്തെ ഭൂമിയിൽ തീർത്ഥാടനം ചെയ്ത അങ്ങേ സഭയെ വിശ്വാസത്തിന്റെ സ്നേഹത്തിൽ ഉറപ്പിക്കുവാൻ തിരികണമേ. അങ്ങേ തിരുവമ്പ നിൽക്കുവാൻ അങ്ങേ തിരുവുമായ കുടുംബത്തിന്റെ അപേക്ഷകൾ ദയാപരമായി കേട്ടറിയണമേ. കാരണവാനായ പിതാവ് എല്ലായിടത്തും നിലനിൽക്കുന്ന അങ്ങേ എല്ലാ മക്കളെയും അങ്ങയിലേക്ക് ദയാപരം ഒന്നിപ്പിക്കണമേ. ഞങ്ങളുടെ ഹൃദയത്തിന്റെ സഹോദരരെയും അങ്ങേ പ്രേരിപ്പെടുത്തിക്കൊണ്ട് ഈ ലോകത്ത് നിലനിൽക്കുന്ന എല്ലാവരെയും അങ്ങേ രാജ്യത്തെ ദയാപരം പ്രവേശിപ്പിക്കണമേ. അവിടെ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ ആയിരിക്കുന്നതോടൊപ്പം അങ്ങേ മഹത്വത്താൽ കൃത്യമായ ശുദ്ധത്തിലാക്കപ്പെടുമെന്ന് ഞങ്ങൾ ഉദ്ദേശിക്കുന്നു. എന്നാൽ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴിയാണല്ലോ സകല നന്മകളും അങ്ങ് ലോകത്തിൻ്റെ മേൽ വർഷിക്കുന്നത്. ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായ ഐക്യത്തിൽ എല്ലാവർക്കും അതേ മഹത്വവും എന്നും എന്നേക്കും. പിതാവായ ദൈവങ്ങൾക്ക് മാത്രം നൽകുന്നതിനും നമ്മൾ പരസ്പരം ക്ഷമിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്നതിനും വേണ്ടി നമുക്കിപ്പോൾ ഭക്തിയോടുകൂടി പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ കുഞ്ഞാട് ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നവൻ, ദൈവകുഞ്ഞാടിന്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ ഭാഗ്യവാന്മാർ.
ദിവ്യകാരുണ്യമേ യേശുവേ നിത്യജീവന്റെ ഭോജ്യം യേശുവേ നിന്നെ ഉൾക്കൊള്ളാൻ നിന്റെ നിന്നുള്ള കൊതിച്ചിരുന്നു നിന്നെ ഉൾക്കൊള്ളാൻ നിന്റെ നിന്നുള്ള കൊതിച്ചിരുന്നു ഇന്നുള്ള നായിക്കുന്നു നമ്മുടെ തിരുവനന്തപുരം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇൻഷുറൻസ് എല്ലാ വർഷവും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പുതിയതായിട്ട് ചേരാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ വരുന്ന മാസം 10-ാം തീയതിക്കുള്ളിലായിട്ട് ഇതിനകത്ത് ചേരാൻ സാധിക്കുന്നതാണ്. ഒരു വ്യക്തിക്ക് പ്രീമിയം 1795 രൂപയും ഒരു വീട്ടിൽ 5 പേരുണ്ടെങ്കിൽ അവർക്ക് 3588 രൂപയും ഒരു കുടുംബത്തിൽ 7 പേരുണ്ടെങ്കിൽ അവർക്ക് ഒരു വർഷത്തേക്ക് 6061 രൂപയുമായിരിക്കും. ഈ ഇൻഷുറൻസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെ കേന്ദ്ര കമ്മിറ്റിയുമായിട്ട് ബന്ധപ്പെടാൻ വേണ്ടി പ്രത്യേകം. ഡിസംബർ മാസം ബൈബിൾ മാസമാണ്. ബൈബിൾ വായിക്കുവാനും ബൈബിളിലൂടെ ദൈവത്തെ കണ്ടെത്താനുമുള്ളതായ ഉത്തേജനമാണ് സഭ നമുക്ക് ഇതിലൂടെ നൽകുന്നത്. എല്ലാ ദിവസവും ബൈബിൾ വായിക്കാൻ നമുക്ക് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാൻ. പ്രത്യേകമായിട്ട് ഈ കാലത്ത് ബൈബിൾ വായന വളരെ ആവശ്യമാണ്. ആ ഒരു ചെയ്തിയിൽ നമുക്ക് വളർത്തിയെടുക്കാൻ ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം. അതുപോലെ തന്നെ ഈ കാലം അതിൻ്റെതായ അറിവിൽ പ്രത്യേകിച്ച് നമുക്ക് ചെലവഴിക്കുവാനും പരിശ്രമിക്കാം. നമ്മുടെ എല്ലാ അപകടങ്ങളിൽ നിന്നും പേമാരിയിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും രോഗങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടി യേശു വരും എന്നുള്ളതായ പ്രതീക്ഷയിൽ നമുക്ക് ഈ ദിനങ്ങൾ കഴിയാൻ നമുക്ക് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം. നമ്മുടെ കൂടെ വസിക്കുന്ന ദൈവത്തിൻ്റെ സാമീപ്യം നമുക്ക് അനുഭവപ്പെടാൻ ഇടയാക്കി ചെയ്യുന്നതാകട്ടെ. കർത്താവ് നന്മ പ്രദാനം ചെയ്യും. നമ്മുടെ ഭൂമി സമൃദ്ധമായി വിളവ് നൽകും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ ആദരിച്ച ദൈവ രഹസ്യങ്ങൾ ഞങ്ങൾക്ക് പലതായ
ധാരാളമായി ഭവിക്കാനിടയാക്കണമേ. വിശദമായ വഴിയിലൂടെ ചലിക്കുന്ന ഞങ്ങളെ ഇപ്പോൾ തന്നെ ജീവിതങ്ങളുടെ സ്വർഗീയ കാര്യങ്ങൾ താല്പര്യമാകുന്നതിനും അനവസരമായ മുറുകെ പിടിക്കുവാനും വേണ്ട അനുഗ്രഹങ്ങൾക്ക് നൽകണമേ. എല്ലാ സ്വർഗീയതാരങ്ങളിലേക്ക് വർഷിക്കുന്ന പൈശാശക്തികളിൽ നിന്നും പകർച്ചവ്യാധികളിൽ നിന്ന് ഞങ്ങൾ രക്ഷിക്കുകയും ചെയ്യണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടറിയണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മുടെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പോകുവിൻ, ദൈവപൂജ സമാപിച്ചു. Ave